ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന മൈക്രോമെറിറ്റിക്സ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ സയൻസ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ ബേസിക്കലി നമുക്ക് ഈ സ്മോൾ പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യും? അബ്സോർപ്ഷൻ, ഡിസൊല്യൂഷൻ, ഫിസിക്കൽ സ്റ്റെബിലിറ്റി, തെറാപ്യൂട്ടിക് എഫക്ട് എല്ലാത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ആലോചിക്കുക, പാർട്ടിക്കിൾ സൈസ് കുറയുവാണ്, നമ്മളൊരു മരുന്ന് കഴിക്കുക, നമ്മളെ ബോഡിയിൽ പെട്ടെന്ന് ഡ്രഗ് റിലീസ് ആവണമെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും, വലിയ പാർട്ടിക്കിൾസ് ആയിരിക്കും? നിർബന്ധമായും ചെറിയ പാർട്ടിക്കിൾസ് തന്നെ ആയിരിക്കും. ഇനി അത് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, ബോഡിയിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് അങ്ങനെയുള്ള സാധനത്തിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഡിസൊല്യൂട്ട് ആവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൽ അലിൻ ചേരുകയും ചെയ്യുന്നു. ഇപ്പം ഓക്കെ, വലിയ പാർട്ടിക്കിൾസാണ്, പയ്യെ അലിയുള്ളൂ, കുഞ്ഞു പാർട്ടിക്കിൾസാണ്, പെട്ടെന്ന് അലിൻ ചേരും അല്ലേ. അപ്പം സൊല്യൂഷൻ ആയല്ലോ. ഇനി അബ്സോർപ്ഷൻ ആയാലും പറയാം. പെട്ടെന്ന് വലിയ പാർട്ടിക്കിൾസ് ആണോ ചെറിയ പാർട്ടിക്കിൾസ് ആണോ അബ്സോർബ് ആവുക? ചെറിയ പാർട്ടിക്കിൾസ് തന്നെ അല്ലെ, പെട്ടെന്ന് അബ്സോർബ് ആവുന്നു. സോ അത് മാത്രമല്ല, സ്റ്റെബിലിറ്റി, ഇപ്പോൾ എമൽഷൻ, സസ്പെൻഷൻ പോലെയൊക്കെ നമ്മൾ പാർട്ടിക്കിൾസ് പറയുവാണ്. അപ്പോൾ നമുക്ക് എമൽഷൻ ഒക്കെ പറയുന്നുണ്ട് 0.1 to 5 μm ആയിരിക്കണം എന്ന് നമ്മൾ നോർമലി പാർട്ടിക്കിൾ സൈസ് പറയാറുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കും, അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ പല ഫോർമുലേഷനും പാർട്ടിക്കിൾ സൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് റിലീസ് ആൻഡ് ഡിസൊല്യൂഷൻ, അബ്സോർപ്ഷൻ, ഡ്രഗ് ആക്ഷൻ, ഫിസിക്കൽ സ്റ്റെബിലിറ്റി. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാർട്ടിക്കിൾ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് സർഫസ് ഏരിയ. അതായത് സർഫസ് ഏരിയ കൂടുവാണ് എന്നുണ്ടെങ്കിൽ സോളിഡും നമ്മളെ ഫ്ലൂയിഡും തമ്മിലുള്ള കോണ്ടാക്ട് എന്ത് ചെയ്യുന്നു? കൂടും അല്ലെ, അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? തെറാപ്യൂട്ടിക് എഫിക്കസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ലോവർ സോലബിൾ കോമ്പൗണ്ട്സ് ഇല്ലേ, പെട്ടെന്ന് നമ്മളെ വെള്ളത്തിലൊന്നും സോലബിൾ ആവാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലൂയിഡ്സിലൊന്നും സോലബിൾ ആവാത്ത ഡ്രഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സർഫസ് ഏരിയ കൂട്ടിയെടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഡിസൊല്യൂഷൻ നടക്കുന്നുള്ളതാണ്. രണ്ട്, എക്സ്ട്രാക്ഷനും ഡിസൊല്യൂഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, സ്മോളർ പാർട്ടിക്കിൾസ് ആണോ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുക, ലാർജർ പാർട്ടിക്കിൾസ് ആയിരിക്കും? ഒബ്വിയസ്ലി സ്മോളർ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് കോൺടാക്ട് ഏരിയ എപ്പോഴും കൂടുതൽ ആൾക്കായിരിക്കും സ്മോളർ പാർട്ടിക്കിൾസിനായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് ഡ്രൈയിങ് ആൻഡ് മിക്സിംഗ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയും, വലിയ പാർട്ടിക്കിൾസ് ഉണക്കാനുള്ള എളുപ്പം, ചെറിയ പാർട്ടിക്കിൾസ് ഉണക്കാനുള്ള എളുപ്പം ചെറിയ പാർട്ടിക്കിൾസ് അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് ഡ്രൈ ചെയ്യാനൊക്കെ എളുപ്പം ആരാണ്? സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. അത് മാത്രമല്ല, യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സ്മോൾ പാർട്ടിക്കിൾസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ഇതൊരു ചെറിയൊരു ക്യാപ്പാന്ന് വെച്ചോ, ഇതിൽ മരുന്നുണ്ട്, ഇവിടുന്നും മരുന്നെടുത്താൽ 10 mg കിട്ടുന്നു. ദാറ്റ് മീൻസ് യൂണിഫോം ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസ് അവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പം അതിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ സർഫസ് ഏരിയ, എക്സ്ട്രാക്ഷൻ ആൻഡ് ഡിസൊല്യൂഷൻ, ഡ്രൈയിങ് ആൻഡ് മിക്സിംഗ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് പൗഡർ ബേസ്ഡ് ഓൺ പാർട്ടിക്കിൾ സൈസ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പോറോസിറ്റി. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് നമുക്ക് അതിൽ ഓരോന്നും അതിൻ്റെ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താ പോറോസിറ്റി? ഡിഫൈൻ ആസ് ദ റേഷ്യോ വോയിഡ് വോളിയം ടു ബൾക്ക് വോളിയം. വോയിഡ് വോളിയം ടു ബൾക്ക് വോളിയം ആണ് പോറോസിറ്റി എന്ന് പറഞ്ഞാൽ. സോ ഇത് നമ്മൾ അറേഞ്ച്മെന്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ക്ലോസ് പാക്കിംഗ്, ലൂസ് പാക്കിംഗ് എന്ന രീതിയിൽ നമ്മൾ അറേഞ്ച്മെന്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രൂ ഡെൻസിറ്റി, ഗ്രാനുലർ ഡെൻസിറ്റി, ബൾക്ക് ഡെൻസിറ്റി. ഇതിന്റെ ഒക്കെ ഫോർമുല റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിർബന്ധമായും പഠിച്ച് തന്നെ വെച്ചിരിക്കാം. സോ ഡെൻസിറ്റി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ബൾക്ക്നെസ് ആണ്. ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് ഡെൻസിറ്റി ഇൻക്രീസ് വിച്ച് ഡിക്രീസ് പാർട്ടിക്കിൾ സൈസ്. അതായത് എപ്പോഴും പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ബൾക്ക്നെസ്സുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാക്കേജിങ് സമയത്ത് ബൾക്ക്നെസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസുമായിട്ട് നമുക്ക് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ദാറ്റ് മീൻസ് വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് പാക്കിങ്ങിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ സ്മോൾ പാർട്ടിക്കിൾസ് ആണെങ്കിലോ അങ്ങനെയല്ല. അപ്പം ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് ഡെൻസിറ്റി ഇൻക്രീസ് വിത്ത് ഡിക്രീസിങ് പാർട്ടിക്കിൾ സൈസ്. സോ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബൾക്ക്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് ഫ്ലോ പ്രോപ്പർട്ടി ആണ്. സോ പാർട്ടിക്കിൾ സൈസ് ഫ്ലോ പ്രോപ്പർട്ടിനെ ഹെൽപ്പ് ചെയ്യും. ഷേപ്പ്, പിന്നെ സർഫസ് ടെക്സ്ചർ, പോറോസിറ്റി, ഡെൻസിറ്റി ഒക്കെ എന്താണ്? മാനുഫാക്ചറിങ് സമയത്ത്, അതായത് പ്രോപ്പറായിട്ട് ഈ പൊടി വീഴുന്നില്ല, അല്ലെങ്കിൽ പൊടി വീണ് ഗുളി ഉണ്ടാവുന്നില്ല, ദാറ്റ് മീൻസ് പ്രശ്നം തന്നെയാണ് അല്ലേ. അപ്പോൾ പോറോസിറ്റി ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഡ്രഗ് ലൈഫ് ടൈം. സോ ബേസിക്കലി പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് പാക്കേജിങ്ങിന്, ബേസിക്കലി ടാബ്ലറ്റിന്റെ കാര്യത്തിൽ വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് കാര്യം എടുക്കുന്നതാണ്. അതുമാത്രമല്ല ക്യാപ്സൂൾസിലും. അതായത് പാർട്ടിക്കിൾ സൈസ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ടാബ്ലറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, ക്യാപ്സൂൾസ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ക്യാപ്സൂൾസിൽ ഇങ്ങനെ 2 ക്യാപ്പൊക്കെ ഉണ്ടല്ലോ. അതിനകത്ത് നമുക്ക് ഡ്രഗ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ഫ്രീ ഫ്ലോ ആയിട്ട് വീഴത്തുള്ളൂ, നമുക്ക് നിറയ്ക്കാനും പറ്റുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ
ഡിസൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം പാർട്ടിക്കിൾ സൈസ് കുറവാണെങ്കിൽ പെട്ടെന്ന് ബോഡിന്ന് അബ്സോർബ് ആവും. ഡിസൊല്യൂഷൻ അങ്ങനെ തന്നെയാണ്. സ്മോളർ പാർട്ടിക്കിൾസിന് ഡിസൊല്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, അപ്പോൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഡിസൊല്യൂഷൻ. സോ മെത്തഡ് ഓഫ് ഡിറ്റർമൈനിങ് പാർട്ടിക്കിൾ സൈസ്. നമുക്ക് പാർട്ടിക്കിൾ സൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി ചെയ്യാം, സീവിങ് ചെയ്യാം, സെഡിമെന്റേഷൻ ചെയ്യാം, പാർട്ടിക്കിൾ പോലെ മെഷർമെന്റ് ചെയ്യാം. ഇത് ഇത്ര നിങ്ങൾ എവിടെ ചെയ്തിട്ടുണ്ട്? നിങ്ങളിതെല്ലാം നമ്മുടെ ലാബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പ്രിൻസിപ്പൽ പ്രൊസീജിയർ അറിയാം. സോ മെത്തഡ് ഓഫ് ഡിറ്റർമൈനിങ് പാർട്ടിക്കിൾ സൈസ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ കോളം, ഈ റേഞ്ച് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ച പ്രിൻസിപ്പിളൊക്കെ എഴുതി വെച്ചാൽ നല്ല മാർക്ക് കിട്ടും. സീവിങ് ഒക്കെ ഡിഫറൻറ്റ് സീവുകൾ ഉപയോഗിക്കുന്നു, അങ്ങനെ സെഡിമെന്റേഷൻ റേറ്റ് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പമാണ് പഠിക്കാനായിട്ട് കേട്ടോ. റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മെത്തേഡ്സുകൾ 2-3 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും 2-3 കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. സോ നമുക്ക് ഓരോന്നിട്ട് നോക്കാം. ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് പൗഡർ. ദ ഫസ്റ്റ് വൺ ഈസ് പോറോസിറ്റി ആൻഡ് ഡെൻസിറ്റി. സോ ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ്, നമുക്ക് പൗഡേഴ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പോറോസിറ്റി ആൻഡ് ഡെൻസിറ്റി ആണ്. എന്താണ് പോറോസിറ്റി? ദ റേഷ്യോ വോട്ട് വോളിയം ടു ബൾക്ക് വോളിയം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെർസെൻറ്റേജിലാണ് പറയുക. സോ ലൂസ് പാക്കിംഗ് ഉണ്ട്, ക്ലോസ് പാക്കിംഗ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ ട്രൂ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറയാവുന്ന ട്രൂ ഡെൻസിറ്റി ആണ്. ട്രൂ ഡെൻസിറ്റിയിൽ എന്താന്ന് വെച്ചാൽ എക്സ്ക്ലൂഡ്സ് വോളിയം ഓഫ് പോർസ് ആൻഡ് വോയിഡ് വിത്തിൻ ദ സാമ്പിൾ. സാമ്പിളിലുള്ള വോളിയം ഓഫ് പോർസും വോയിഡ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഡെൻസിറ്റിയാണ് ട്രൂ ഡെൻസിറ്റി. അതായത് ഇപ്പം എക്സാമ്പിൾ, നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കും. നെയ്യപ്പത്തിൽ ഒരുപാട് കുഴിയും ഒക്കെ ഉണ്ട്. നമ്മൾ അത് ഒഴിച്ചിട്ടല്ലേ ബാക്കി നെയ്യപ്പത്തിനെ വെയിറ്റ് കൺസിഡർ ചെയ്യുക. അതേപോലെ സോ ആക്ച്വൽ മെറ്റീരിയൽ ഡെൻസിറ്റി പറയുന്ന ട്രൂ ഡെൻസിറ്റിയിലായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ബൾക്ക് ഡെൻസിറ്റി ആണ്. ഇവിടെ പോറും അല്ലെങ്കിൽ വോയിഡും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ടോട്ടൽ ഡെൻസിറ്റി പറയുന്നതാണ് എന്ത്? ബൾക്ക് ഡെൻസിറ്റി. ട്രൂ ഡെൻസിറ്റി അങ്ങനെയല്ല, പോറും വോയിഡും അവോയ്ഡ് ചെയ്യുന്നു. ബൾക്കിൽ അങ്ങനെയല്ല, അത് ഇൻക്ലൂഡ് ചെയ്ത് വെക്കുന്നു. ആ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത്. ഇനി ഫ്ലോ പ്രോപ്പർട്ടീസ് ഓഫ് പൗഡർ. എന്താണ് ഫ്രീ ഫ്ലോ ആൻഡ് കോസി? പൗഡർ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഫ്രീ ഫ്ലോ എന്നും കോസി അല്ലെങ്കിൽ സ്റ്റിക്കി പൗഡർ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രീ ഫ്ലോയും കോസിയും ആണ്. ഫ്രീ ഫ്ലോയിങ് പൗഡർ ആണെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് ഹെൽപ്പ് ചെയ്യും. സ്റ്റിക്കി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല, ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും. സോ മാനുഫാക്ചറിങ് ചലഞ്ചസ് എന്തൊക്കെയാണ്? പുവർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ പൗഡർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എയർ ഒക്കെ എൻട്രാപ്പ് ചെയ്യാം, ലൂബ്രിക്കേഷൻ പ്രോബ്ലം വരാം. അപ്പോൾ ടാബ്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ മാനുഫാക്ചറിങ്ങിൽ ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് സെഗ്രിഗേഷൻ ഇഷ്യൂസ്. സോ നോൺ യൂണിഫോമിറ്റി ബ്ലെൻഡിങ്ങിന് നമുക്ക് കിട്ടില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ എല്ലായിടും ബ്ലെൻഡ് ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗവും കിട്ടണമെന്നുണ്ടോ? സ്റ്റിക്കി ആണെങ്കിൽ അല്ല. ഫ്രീ ഫ്ലോയിങ് ആണെങ്കിലോ നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ ഫ്ലോ പ്രോപ്പർട്ടി എപ്പോഴും ഫൈനൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെഗ്രിഗേഷൻ ഇഷ്യൂസും പ്രശ്നമുണ്ട്. അപ്പോൾ ഫ്രീ ഫ്ലോയിങ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുക. കോസി മീൻസ് സ്റ്റിക്കി. സോ ഫ്രീ ഫ്ലോയിങ് എന്നും കോസീവായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് കേട്ടോ. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത് മാനുഫാക്ചറിങ്ങിനെ ബാധിക്കുന്ന രീതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ടെസ്റ്റ് ടു ഇവാലുവേറ്റ് പൗഡർ ഫ്ലോയബിലിറ്റി. നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ദ ഫസ്റ്റ് വൺ ഈസ് കാസ് കോംപ്ലക്സിറ്റി ഇൻഡെക്സ്. മെഷർ ദ കോംപ്ലക്സിറ്റി ഓഫ് എ പൗഡർ ബൈ കമ്പയറിംഗ് ടാബ്ഡ് ആൻഡ് ബൾക്ക് ഡെൻസിറ്റി. ടാബ്ഡ് ഡെൻസിറ്റിയും ബൾക്ക് ഡെൻസിറ്റിയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കമ്പയർ ചെയ്യുന്ന രീതിയാണ് കാസ് കോംപ്ലക്സിറ്റി ഇൻഡെക്സ്. സോ ലോവർ വാല്യൂ ഇൻഡിക്കേറ്റ് ബെറ്റർ ഫ്ലോ. ലോവർ വാല്യൂ ആണെങ്കിൽ ബെറ്റർ ഫ്ലോ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പൗഡറിന്റെ ഫ്ലോയബിലിറ്റി ഒക്കെ ലാബിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഹോസ്നെസ് റേഷ്യോ നമ്മൾ ചെയ്തിട്ടുണ്ട്. റേഷ്യോ ഓഫ് ടാബ്ഡ് ടു ബൾക്ക് ഡെൻസിറ്റി. എന്താണ് റേഷ്യോ ഓഫ് ടാബ്ഡ് ടു ബൾക്ക് ഡെൻസിറ്റി? വാല്യൂ ബിലോ 1.25, 1.25 താഴെയാണെങ്കിൽ ഗുഡ് ഫ്ലോ പ്രോപ്പർട്ടി ആയിരിക്കും. ആൻഡ് ആംഗിൾ ഓഫ് റീപോസ്, ഇത് നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രിൻസിപ്പൽ പ്രൊസീജിയർ നിങ്ങൾ എഴുതി വെക്കണം. ആൻഡ് മെഷർ ദ മാക്സിമം ആംഗിൾ ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് പൗഡർ പൈൽ ആൻഡ് ഹൊറിസോണൽ പ്ലെയിൻ. സോ നമുക്കറിയാലോ, നമ്മൾ പൈൽ ഫോം ചെയ്യും, ആ പൈൽ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, ആൻഡ് ഹൊറിസോണൽ പ്ലെയിൻ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. ലോവർ ആംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബെറ്റർ ഫ്ലോ എന്ന് പറയാം. അപ്പം കാസ് കോംപ്ലക്സ് പറഞ്ഞു, ബൾക്ക് ഡെൻസിറ്റി ടാബ്ഡ് ആണ് കമ്പയർ ചെയ്യുക. ഹോസ്നെസ് റേഷ്യോ ബൾക്ക് ഡെൻസിറ്റി ടാബ്ഡ് ടു ബൾക്ക് ഡെൻസിറ്റി ആണ്. ആംഗിൾ ഓഫ് റിപ്പോസ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ പൈലുണ്ട് ആൻഡ് ഹൊറിസോണൽ പ്ലെയിൻ ഉണ്ട്. ലോവർ ആംഗിൾ ആണെങ്കിൽ ബെറ്റർ ഫ്ലോ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ എളുപ്പമാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് അത്ര വലിയ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി വരില്ല. സോ ഓൾട്ടറിങ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഒപ്റ്റിമൽ സൈസ്, അതായത് എല്ലാ പാർട്ടിക്കിൾസിനും നമുക്കൊരു ഒപ്റ്റിമൽ സൈസ് ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഫ്ലോ പ്രോപ്പർട്ടി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടി നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോ പ്രോപ്പർട്ടി പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുഫാക്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് കോസ് vs ഫൈൻ ആണ്. സോ കോസ് പാർട്ടിക്കിൾ ജനറലി ഫ്ലോ ബെറ്റർ ദാൻ ഫൈൻ. ഫൈനേക്കാൾ നന്നായിട്ട് ഫ്ലോ പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ് കോസ് പാർട്ടിക്കിൾ ആണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു റെഡ്യൂസ് കോസ്
കോസിനസ്. ഇത് നമ്മളുടെ കോസിനസ് വളരെ കുറവാണ്, അതുകൊണ്ട് ഫൈനേക്കാൾ ബെറ്റർ കോഴ്സാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. റിമൂവിങ് ഫൈൻ പാർട്ടിക്കിൾ ഓർ ഇൻക്രീസിങ് കോഴ്സ് പാർട്ടിക്കിൾ ക്യാൻ ഇംപ്രൂവ് ഫ്ലോ പ്രോപ്പർട്ടി. അതായത് നമ്മളെ ഒരു പൗഡേഴ്സ് ഉണ്ട്, അതിൽ കോഴ്സ് കുറവാണ്, ഫൈനാണ് കൂടുതലെങ്കിൽ കോഴ്സിന്റെ അളവ് കൂട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോ പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഓൾട്ടറിങ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എൻഹാൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സും ഫൈനും വെച്ച് കമ്പയർ ചെയ്ത് ഇത് പറയുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഷേപ്പ് ആൻഡ് ടെക്സ്ചർ. എങ്ങനെ ഷേപ്പും ടെക്സ്ചറും മാറ്റാം. സ്പെറിക്കൽ പാർട്ടിക്കിൾ ജനറലി ഹാവ് ബെറ്റർ ഫ്ലോ പ്രോപ്പർട്ടി. സോ സ്പെറിക്കൽ പാർട്ടിക്കിൾസ് ആണ്, റൗണ്ട് ആയിട്ടിരിക്കുവാണെങ്കിൽ ഫ്ലോ പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. അപ്പം ബേസിക്കലി നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് സ്പ്രേ ഡ്രൈയിങ്ങോ ടെമ്പറേച്ചർ സൈക്ലിംഗ് ക്രിസ്റ്റലൈസേഷൻ ഒക്കെ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടിക്കിളിനെ സ്പെറിക്കൽ സൈസിൽ കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് സർഫസ് ടെക്സ്ചർ ആണ്. റഫ് സർഫസ് ഇൻക്രീസ് കോസീനസ്. റഫ് ആയിട്ടുള്ള സർഫസ് ആണ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ കാണുന്ന സർഫസ്, ഇങ്ങനെ കാണുന്ന സർഫസ് ഒക്കെ ആണെങ്കിൽ അതിന് കോസിനസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർലോക്കിങ്, അതായത് അത് തടഞ്ഞിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ എന്ത് ചെയ്യില്ല, സ്മൂത്ത് സർഫസ് പ്രൊമോട്ട് ബെറ്റർ ഫ്ലോ. അപ്പം സ്മൂത്ത് സർഫസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബെറ്റർ ഫ്ലോ കിട്ടുള്ളൂ. റഫ് സർഫസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും നമുക്ക് ബെറ്റർ ഫ്ലോ കിട്ടില്ല എന്നുള്ളതാണ്. സോ ഇനി സർഫസ് ഫോഴ്സ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പൗഡറിന്റെ ഫ്ലോയബിലിറ്റി കൂടും. ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പൗഡറിന്റെ ഫ്ലോയബിലിറ്റി കൂടും. ഇത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, ഫ്രിക്ഷണൽ കോൺടാക്റ്റ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇനി മോയ്സ്ചർ കണ്ടന്റ് ആണ്. മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ സംഭവിക്കും, നമുക്ക് അവിടെ ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോയ്സ്ചർ കണ്ടന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അഡ്സോർബൻറ്റ് സർഫസ് മോയ്സ്ചർ ഫിലിം ടെൻ ടു ഇൻക്രീസ് ബൾബ് ഡെൻസിറ്റി ആൻഡ് റെഡ്യൂസ് പോറോസിറ്റി. ബൾബ് ഡെൻസിറ്റി കൂട്ടി പോറോസിറ്റി കുറയ്ക്കാനുള്ള ചാൻസ് മോയ്സ്ചർ കണ്ടന്റ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് പാർട്ടിക്കിൾ ക്യാൻ റെഡ്യൂസ് കോസിനസ് ആൻഡ് ഇംപ്രൂവ് ഫ്ലോ, എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ഫോർ ഹൈഗ്രോസ്കോപ്പിക് പൗഡർ. സോ ഡ്രൈയിങ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാം, കോസി ഫോഴ്സ് കുറയ്ക്കാം. ഇപ്പൊ നല്ല പ്രോപ്പർ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കാം, വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നനവുള്ളാണെങ്കിൽ അങ്ങനെയാണോ, അല്ല. പ്രോപ്പർ ഡ്രൈയിങ് ആണെങ്കിൽ ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ഹൈഗ്രോസ്കോപ്പിക് പൗഡേഴ്സിനൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുക, വെള്ളത്തിന്റെ അളവ് ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് പറഞ്ഞ് കുറഞ്ഞിരിക്കണം, മോശ കണ്ട് കുറഞ്ഞിരിക്കണം, ഡ്രൈയിങ് നല്ലപോലെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഫ്ലോ പ്രോപ്പർട്ടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. മിക്കവാറും ഫ്ലോ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതൊക്കെ ഇടണം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോർമുലേഷൻ അഡിറ്റീവ്സ് ആണ്. അതായത് ഫ്ലോ ആക്ടിവേറ്റേഴ്സ്. നമുക്ക് ഫ്ലോ ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോ കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ഗ്ലൈഡന്റ് ആണ്. അതായത് നമ്മുടെ ഈ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൈഡൻസ് ഉപയോഗിക്കുവാണെങ്കിൽ അഡ്ഹഷൻ, ഈ തമ്മിൽ ഒട്ടിയിരിക്കില്ലേ അല്ലെങ്കിൽ സ്റ്റിക്നെസ് ഇല്ലേ പാർട്ടിക്കിൾ തമ്മിൽ, അത് കുറച്ച് കിട്ടാനായിട്ട് ഗ്ലൈഡന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കോമൺ എക്സാമ്പിൾ ടാൽക്ക്, സ്റ്റാർച്ച്, മെഗ്നീഷ്യം സ്റ്റിയററ്റ് ഒക്കെ ആണ്. സോ ബേസിക്കലി ഇതിനൊക്കെ ഫ്ലോ ആക്ടിവേറ്റേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. മറന്നു പോകരുത്. നമുക്ക് അഡ്ഹഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഉപയോഗം. മെക്കാനിസം പറയുവാണെങ്കിൽ ഈ അഡിറ്റീവ് ഇല്ലേ പോയിട്ട് ഈ പാർട്ടിക്കിളുടെ സർഫസിൽ പോയിട്ട് ഒട്ടിയിരിക്കും, അല്ലെങ്കിൽ ചേർന്നിരിക്കുക, സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. അങ്ങനെ ഇന്റർ പാർട്ടിക്കിൾ ഫ്രിക്ഷൻ കുറയ്ക്കുവാണ് ചെയ്യുക ആൻഡ് സ്മൂത്ത് ഫ്ലോ കൊടുക്കുന്നു. അപ്പം എങ്ങനെ അതിൻ്റെ പുറത്ത് പോയി സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നതിന് ശേഷം അതിൻ്റെ ഇന്റർ പാർട്ടിക്കിൾ ഫ്രിക്ഷൻ കുറച്ചുകൊണ്ട് ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടുന്നു. സോ ഗ്ലൈഡന്റ് ആണ് ടാൽക്ക്, മെയ്സ്, സ്റ്റാർച്ച്. മറന്നു പോകരുത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മൈക്രോമെട്രിക് ഇൻ ഫാർമസി എന്താണ്? ഇപ്പോൾ പുതിയ ഫോർമുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാനുഫാക്ചറിങ് പ്രോസസ്സിൽ, ഡ്രഗ് അബ്സോർപ്ഷനിലൊക്കെ ഒരുപാട് തരത്തിൽ മൈക്രോമെട്രിക്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് മൈക്രോമെട്രിക്സ് ഇത്ര എളുപ്പം അല്ലെങ്കിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മൈക്രോമെട്രിക്സ് അറിയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ പേഴ്സണിന് എന്താണ് ഇത്ര എളുപ്പമാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി അല്ലേ? ഇനി പാർട്ടിക്കൽ സൈസും മെഷർമെൻറ്റും ആണ്. സോ മേ ബി 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മില്ലിമീറ്റർ സൈസ് എത്രയാണ്, മൈക്രോമീറ്റർ എത്രയാണ്, നാനോമീറ്റർ എത്രയാണ്, പൈക്കോമീറ്റർ എത്രയാണ്, ഫെംറ്റോമീറ്റർ എത്രയാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടും ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം, അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഈ ഒരു യൂണിറ്റും മെഷേഴ്സും സൈസും ഒന്ന് നോക്കി വെക്കുക. സോ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, ഇതിൻ്റെ പാർട്ട് 2 കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും കൂടെ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.